എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിടെ ഇക്കിഴി റിയാക്ഷനാണ്. ബഡേ മിയാൻ ചോട്ടെ മിയാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വൈകിട്ടോ ഇത് കാണാൻ. നമ്മളിത് ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് വൈകുന്നേരമൊക്കെയാണ് പ്രതീക്ഷിച്ചായിരുന്നത്. പക്ഷെ അത് നേരത്തെ ആയിപ്പോയി. അതെ, എന്തായാലും വൈകുന്നേരം തീ കൊണ്ട് വരാനുണ്ട് കേട്ടോ. സസ്പെൻസ് ആണ് നോക്കാൻ നമുക്ക്. അതെ, വരുവോ തീ കത്തുവോ അല്ലെ ഉണ്ട വരുവോ ഇല്ലയോ എന്നുള്ളത് വൈകിട്ട് അറിയാം. അത് അങ്ങനെയാണ്. അത് ഏതാണെന്നും പറയാൻ പറ്റില്ല. എന്താണ് ഏതാണെന്നൊന്നും പറയില്ല. അതെ, വേണമെങ്കിൽ ഒരു ക്ലൂ ഒക്കെ തരാം, പക്ഷെ വേണ്ട. ഓക്കെ, വേണ്ട. ഓക്കെ, എന്തായാലും ബഡേ മിയാൻ ചോട്ടെ മിയാൻ ഹിന്ദി സിനിമയാണ്. നമ്മുടെ അക്ഷയ് കുമാറാണ് നായകൻ. കൂടെ ടൈഗർ ഷ്രോഫ് ഉണ്ട്. രണ്ട് നായകന്മാരാ, ചേട്ടനും അനിയനുമാണ്. ചേട്ടൻ അനിയനാണ്. ബഡാ മിയാൻ ചോട്ടെ മിയാൻ. അപ്പോൾ ഇവർക്കൊരു വില്ലൻ ഉണ്ടല്ലോ, അത് നമ്മുടെ മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജ് സുകുമാരനാണ്. അല്ല, ഇവർക്ക് രണ്ടുപേർക്കും ഒത്തൊരു എതിരാളിനെ കൊടുക്കണമല്ലോ. അതെ, പോരാ, മുകളിൽ വേണം. ഇവര് രണ്ടുപേരും മത്സരിക്കാൻ പോകുന്ന ഭീകരമായ ആ വില്ലനോടായിരിക്കണം. അതിന് പറ്റിയ ഒരാള് ഇപ്പൊ പൃഥ്വിരാജ് തന്നെ ഉള്ളൂ. കാബിർ എന്ന കഥാപാത്രമാണ് ആളിതിൽ ചെയ്യുന്നത്. വില്ലനാണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും അതിന്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്, കാണാം. ഓക്കെ, കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. കുറച്ച് വൈകിയില്ലേ? ശരിക്കും വൈകി. എന്തായാലും ഒഫീഷ്യൽ ടീസറിന്റെ തമ്പനയില് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് നിൽക്കുന്ന രണ്ട് നായകന്മാർ. ഇത് ഇന്നലെ ഇവരെ അനൗൺസ്മെന്റ് വന്ന അതേ പോസ്റ്റർ തന്നെയാണ് കേട്ടോ. ബാക്കിലും നിറച്ച് മറ്റേ ഇതൊക്കെ ആയിട്ട് കൊള്ളാം. നൈസ്. അപ്പൊ കാണാം, നമുക്ക് കാണാം. 1 മിനിറ്റ് 38 സെക്കൻഡ് ഉള്ളു കേട്ടോ. ഓക്കെ, പ്രളയം, സർവനാശം വിതയ്ക്കുന്ന മഹാപ്രളയം. മലയാളോ? What I mean to say is, प्रलय आने वाला है. इंग्लिश हिंदी. ऐसा प्रलय जो भूत, वर्तमान और भविष्य को बदल देगा. एक ऐसा प्रलय जो अच्छाई और बुराई की जंग को हमेशा के लिए खत्म कर देगा. हिंदुस्तान खत्म हो जाएगा. Will stop me. पूरी दिल से सोल्जर, दिमाग से शैतान है हम. बच के रहना हमसे, हिंदुस्तान है हम. ഏപ്രില് ഒരുപാട് സിനിമ വരുന്നുണ്ട്. നെഞ്ചത്ത് കൊണ്ട് വെക്ക്, ഇനി പോരട്ടെ. പക്ഷെ ടീച്ചർ കണ്ടിട്ട് ഞെട്ടിട്ടോ. അമ്പോ, ഭീകര ടീച്ചർ. മലയാളത്തിലെ ഡയലോഗിന്റെ തുടക്കം കൂടി അവിടെ വന്നപ്പോഴേ വേറെ ലെവലാക്കി കളഞ്ഞു. ഞാനേ ചെറുതായിട്ട് പാടിയിരുന്നേ എടുത്തതേ മലയാളം ടീച്ചർ ആണോ എന്ന് സംശയിക്കും. അല്ല, ഞാനും വിചാരിച്ചത് പാൻ ഇന്ത്യൻ സിനിമയാണ്, അപ്പൊ മലയാളം ടീച്ചർ ആണോ ഇനി വരാൻ പോണേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇംഗ്ലീഷ്, അത് കഴിഞ്ഞ് ഹിന്ദിയിലേക്ക് പോയി. പിന്നെ ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നു അല്ലെ നമ്മുടെ അറിവില്, അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടിട്ടില്ല ഇതുവരെ, ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹിന്ദി സിനിമേന്റെ ടീസർ പുറത്തു വരുമ്പോൾ ഒരു മലയാളം ഡയലോഗിൽ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു. ആ ഹിന്ദിന്റെക്കാളും അപ്പുറം പവർ ഉണ്ട് ആ മലയാളത്തിന്റെ ഡയലോഗിന്. തീർച്ചയായിട്ടും. പ്രളയം എന്ന് പറയുന്നത് അതും പൃഥ്വിരാജിന്റെ ഡയലോഗ് കൂടി, അല്ല പൃഥ്വിരാജിന്റെ സൗണ്ട് കൂടി അവിടെ വന്നപ്പോഴേ രക്ഷയില്ല. ഡയലോഗ് ഡെലിവറി എനിക്ക് അതിനേക്കാളും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അറിയോ, ആ ഡയലോഗ് കഴിഞ്ഞിട്ടൊരു ചിരി ഉണ്ടല്ലോ, ഭീകര സാധനം. ആ സമയത്ത് ആളെ കാണിച്ചിരിക്കുന്നത്, അത് ആൾക്ക് ഹെയർ കുറച്ച് കൂടുതലുണ്ടല്ലേ, മുടിയൊക്കെ നീട്ടി ഒരു മാസ്ക് ഒക്കെ വെച്ച്. അതാണെന്നല്ലേ ആള് തന്നെ ഉറപ്പല്ലേ, കൊടൂര വില്ലൻ തന്നെ കേട്ടോ. പിന്നെ ഇത് ഇങ്ങനത്തെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഈ വില്ലന്മാരോടുള്ള ഒരു ആരാധന ഉണ്ടല്ലോ, അത് ഇഷ്ടം കൂടി പോവാണ്. പക്ഷെ ശരിക്ക് ഇതില് വില്ലനെ മറച്ചു വെച്ചിട്ടുണ്ട്. ആളുടെ സൗണ്ടിലാണ്, നാരേഷനിലാണ് ഇത് പോകുന്നത്. നായകന്മാർ രണ്ടുപേരും കാണിച്ചത്. പക്ഷെ നമുക്ക് വൈബ്, അതായത് ഈ കാണിക്കാത്ത ഈ വില്ലനെ കാണാൻ സത്യം ആ വില്ലനെ ഒന്ന് കാണിക്കണേ എന്ന് വിചാരിച്ചോണ്ടിരിക്കും. പക്ഷെ കാണിക്കുന്നില്ല, ആ ഒരു സൈഡിൽ നിന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഒരു ബാക്ക് ഷോട്ടും ഉണ്ട് ആളുടെ ബാക്കിൽ നിന്ന്. അതില് ഹെയർ ഇല്ലാത്ത പോലെയാണ് കാണിച്ചത്. അല്ല, ഹെയർ ഉണ്ടല്ലോ, നടന്നു പോകുമ്പോഴൊക്കെ ഹെയർ ഉണ്ട്.
നടന്നു അല്ലാത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഈ എന്തോ സയൻസ് ഫിക്ഷൻ സംഭവം ഫിക്ഷന്റെ സംഭവം എന്തൊക്കെയോ എന്താ പറയാ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. സയന്റിസ്റ്റ് ആണോ ആയിരിക്കാം. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഇരുന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ വെട്ടി പക്ക ആ ഒരു ലുക്കിലേക്ക് വരുന്നതാണ്. അതെ, ആ ഒരു ലുക്കിലേക്ക് വരുന്നതായിരിക്കാം. പക്ക എക്സിക്യൂട്ടീവ്, ഭയങ്കര ആ ഒരു ലെവലിലുള്ള ആള്. അതായത് ആളുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടപ്പോ മുടി ഉണ്ടായിരുന്നില്ല. അതെ, ആ ലുക്കില് അത് ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. അതിനുശേഷം ആള് റിവെഞ്ച് എടുക്കുന്നതും അല്ലെങ്കിൽ അതായത് ഇവർക്കെതിരെ തിരിയുന്നതും ആയിരിക്കും. ആ സമയത്തായിരിക്കും ഈ ഹെയർ സ്റ്റൈലൊക്കെ അങ്ങനെ അല്ലേ? അതെ, അതുപോലെ തന്നെ പല ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനത്തെ വില്ലന്മാര് ഈ ഒരു കൊടൂര വില്ലനായിരിക്കും ആളെന്നിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ ലുക്കേ മാറി വേറെ രീതിയിലേക്ക് അങ്ങനെ ആവാൻ ചിലപ്പോ ആ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. രണ്ട് ലുക്കില് മേ ബി ആവാം, പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആള് ഭയങ്കര സയന്റിഫിക്കൽ രീതിയിൽ കുറച്ച് അധികം അഡ്വാൻസ് ആണെന്ന് തോന്നുന്നു. അതെ, പിന്നെ ഒരു ചില്ലിലൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്, ബോഡിയിലേക്ക് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോ ഒരു എക്സ്ട്രാ പവർ ഒക്കെ ഉള്ള ഒരാളായിരിക്കണം. എന്തായാലും നല്ല സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയായിരിക്കും. പലർക്കും പലതാണല്ലോ ചെയ്യാനുള്ളത്. പിന്നെ പൃഥ്വിരാജിനെ വില്ലനായിട്ട് കാണാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞ ഒരു വേറെ ലെവലായിരിക്കണം. ഞാനിന്ന് ഇത്രത്തോളം പ്രധാനപ്പെട്ട റോളാണ് എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഒരു നൈസായിട്ട് കുറച്ച് കോമഡി അങ്ങനത്തെ രീതിയിലൊക്കെ ചെറിയൊരു വില്ലനിസം കാണിച്ചു പോകുന്നില്ല. ആ ഒരു സാധനമായിരിക്കും നമ്മൾ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ഉണ്ടായിരുന്നു, ആൾക്കൊരു പ്രത്യേക കഴിവുള്ളതായിട്ട് ഒരു കൈ മറ്റേ എന്താ പറയാ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു കൈ കാണിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ലായിരുന്നു. ഇതിപ്പോ ശരിക്കും അങ്ങനെ എന്തൊക്കെയുള്ള കഴിവുള്ള ഒരാളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത്. അതായത് സൂപ്പർ നാച്ചുറൽ പവർ ആ രീതിയിലായിട്ടല്ല കേട്ടോ, അങ്ങനത്തെ സംഭവമല്ല. അതായത് സയന്റിഫിക് ആയിട്ട് ആള് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് അത് ആളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം. അതെ, അല്ലാണ്ട് മറ്റേ ശക്തിമാൻ ആ ഒരു പവറിൽ അങ്ങനത്തെ പവർ ഉണ്ടെന്നല്ല കേട്ടോ പറയണത്. ഫിക്ഷൻ രീതിയിൽ, അതായത് നമ്മൾ ഈ സയൻസ് പരമായിട്ട് കുറെ കഴിവുകൾ എക്സ്ട്രാ ചെയ്യുന്ന സംഭവം. അത് തന്നെ. എന്താണെങ്കിലും ടീസർ വേറെ ലെവലായി, ഞെട്ടിച്ച് കളഞ്ഞു. അക്ഷയ് കുമാറും ടൈഗർ ഷ്രോഫും അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന നല്ല ആക്ഷൻ ഹീറോസ് ആണ് രണ്ടുപേരും അടിപൊളിയായിട്ട് ആക്ഷൻ ചെയ്യും. അപ്പം അവരുടെ ആക്ഷൻസും കൂടി വരുമ്പോ ഗംഭീരായിരിക്കും. പിന്നെ ഇവർക്ക് ഒത്ത എതിരാളി വേണല്ലോ, ഇതിപ്പോ ഒത്തതല്ല, അതുക്കും മേലുള്ള എതിരാളിയാണ്. ഇവര് രണ്ടുപേരെ കൂടെ നടക്കുമെന്നാണ് ഇപ്പൊ സംശയം. അവന്മാര് ഒരു ഭീകര വില്ലനെയാണ് അവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ആ വില്ലനെതിരെ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ കൺഫ്യൂഷൻ. അത്രയും ഭീകരല്ല വില്ലനെ കാണിച്ചിരിക്കുന്നത്. ശരിക്കും സലാറിൽ നമുക്ക് നഷ്ടപ്പെട്ടതേ നമ്മൾ കാണാൻ ആഗ്രഹിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു, അത് മേ ബി ഇതിലേക്ക് കിട്ടിയേക്കാം. അത് ചിലപ്പോ ഇതില് നമുക്ക് ഹാപ്പി ആയിരിക്കും. അത് അതിനേക്കാൾ കൂടുതലേ എന്തായാലും കിട്ടിയേക്കാമെന്ന് ഞെട്ടിക്കട്ടെ. കാബിർ പൊളിക്കും. പിന്നെ ബിജിഎം എവിടെയൊക്കെ കേട്ട പോലെ ഉണ്ട്. പത്താനിലുണ്ടായിരുന്ന സാധനമാണോ? പത്താനിലാണോ അതോ സലാറിന്റെ ഇതിനാണോ? നല്ല പരിചയം തോന്നുന്നുണ്ട്. ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, ചെറിയൊരു ടച്ച് അല്ല ശരിക്കും. വന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് തോന്നിയത് പത്താന്റെ അതിന് ചിലപ്പോ ആ വിഷ്വൽസ് എല്ലാം കൂടി കാണുന്നോണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ തോന്നുന്നത്, പറയാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ. അതെ, അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. പിന്നെ വിഎഫ്എക്സും കാര്യങ്ങളൊക്കെ, അതായത് ബ്ലാസ്റ്റ് കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം തരക്കേടില്ലാണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൽ പടം വരട്ടെ. ഈ ഏപ്രിലെ ശവടം കൂടേണ്ടി വരുന്നത് അമ്മാതിരി റിലീസാണ്, ഭയങ്കരമായിട്ട്. എന്തായാലും അപ്പൊ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ. വേറൊരു കാര്യം കൂടി ഉണ്ട്, അതായത് ആവേശത്തിന്റെ ടീസർ വരുന്നുണ്ട് കേട്ടോ. 11 മണിക്ക് വരും എന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്യാണ്, എന്തായാലും കാത്തിരിക്കാം. അപ്പൊ ബൈ. ഓക്കെ, ബൈ.